യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നരസിംഹറാവുവിന്റെ കാലത്ത് തൊട്ട് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് കോൺഗ്രസ് എത്തിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ അദ്ദേഹം രാജ്യത്തിന് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനം നൽകിയ ഒരു പ്രധാനമന്ത്രി കൂടിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ 1992 അദ്ദേഹം ജനിക്കുന്നത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് പിന്നീട് അദ്ദേഹം മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. തുടർന്ന് 1957 ബ്രിട്ടനിലെ ബ്രിട്ടനിലെ കേംബ്രിഡ്ജിൽ നിന്ന് സാമ്പത്തിക ബിരുദത്തിൽ ഒന്നാം ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. അതോടൊപ്പം തന്നെ അദ്ദേഹം നിരവധി മറ്റ് പദവികളിലും വഹിച്ചിട്ടുണ്ട് എന്ന് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കാലാവധി രാജ്യസഭയിൽ ഈ വർഷം ആദ്യമായിരുന്നു കാലാവധി രാജ്യസഭയിൽ പൂർത്തിയാക്കിയത്. 33 വർഷം രാജ്യസഭയിൽ അംഗമായിരുന്നു മൻമോഹൻ സിംഗ്. എന്താണെങ്കിലും രാജ്യത്തെ സംബന്ധിച്ച് ഒരു വലിയ തീരാനഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിരവധി ഘട്ടങ്ങളിൽ അദ്ദേഹം രാജ്യത്തിന് വലിയ തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ നയതന്ത്ര ഇടപെടലുകളോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധമൊക്കെ എക്കാലവും സ്മരിക്കപ്പെട്ട പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ നേരത്തെ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളൊക്കെ 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗിന്റെ ജനനം. നമുക്കറിയാം അന്ന് പാകിസ്ഥാനിലെ ഗായയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1947 അതായത് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കുടുംബത്തോടൊപ്പം അമൃത്സറിലേക്ക് കുടിയേറുകയായിരുന്നു. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ BA-യും MA-യും നേടി. പിന്നീട് ബ്രിട്ടനിലെ കേംബ്രിഡ്ജിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പഞ്ചാബ് സർവകലാശാലയിൽ ലെക്ചറായാണ്. പിന്നീട് റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, UGC ചെയർമാൻ, ധനമന്ത്രാലയത്തിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നീ നിലകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖല. പിന്നീട് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിലെത്തുന്നത്. 2004 മെയ് 22 ആദ്യം പ്രധാനമന്ത്രിയാകുന്നത്. ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. നോബൽ അന്ന് ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെയായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലെത്തിയത്. പക്ഷേ ആണവക്കരാർ അന്ന് വലിയ ചർച്ചയായതാണ്. ആണവക്കരാർ അതേ തുടർന്ന് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതോടെയാണ് മൻമോഹൻ സിംഗ് സർക്കാർ വിശ്വാസ വോട്ട് തേടുന്നതും അത് അതിജീവിക്കുന്നതും ഒക്കെ തന്നെ. അന്ന് രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. എങ്ങനെ ഓർത്തെടുക്കാം നമുക്ക് മൻമോഹൻ സിംഗ് എന്ന ഭരണതന്ത്രജ്ഞനെ? വിനിത, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം കോൺഗ്രസിനെയും ഒപ്പം രാജ്യത്തെയും സംബന്ധിച്ച പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആണവ കരാർ, ആസിയാൻ കരാർ തുടങ്ങിയ കരാറുകളൊക്കെയാണ് ഇടതുപക്ഷവുമായുള്ള UPA സർക്കാരിന്റെ ബന്ധത്തെ ഉലച്ചത്. അതിന് പിന്നാലെയാണ് അവർ പിന്തുണ പിൻവലിക്കുകയും ചെയ്തത്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലും മൻമോഹൻ സിംഗ് എടുത്തിട്ടുള്ള നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ തരത്തിൽ പ്രത്യേകിച്ച് ഉദാരവൽക്കരണം അടക്കമുള്ള പല മേഖലകളും അദ്ദേഹത്തിൻ്റെതായ ചില സംഭാവനകൾ ഉണ്ടായിരുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ലോകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയൊരു ഘട്ടമാണ് 2004 മുതലുള്ള ഘട്ടം. ആ ഘട്ടത്തിലൊക്കെ വലിയ തരത്തിൽ 2010 ശേഷമൊക്കെ ലോകത്ത് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അമേരിക്ക അടക്കം പല സാമ്പത്തിക ശക്തികളും തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക നയം അത് ലോക പ്രശസ്തമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.